ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയോ? റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇനി വാങ്ങില്ലെന്ന് മോദി സർക്കാർ എഴുതി നൽകിയോ? ട്രംപിന്റെ ഭീഷണിയിൽ ഇന്ത്യ വീണോ? കവലപ്രസംഗങ്ങളിലും സോഷ്യൽ മീഡിയ ട്രോളുകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയെ പരിഹസിച്ചവർക്കുള്ള മറുപടി ഒടുവിൽ അമേരിക്ക തന്നെ നൽകിയിരിക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യയെ തടയാൻ ആർക്കും സാധിക്കില്ലെന്ന് സാക്ഷാൽ അമേരിക്ക തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ജർമ്മനിയിൽ നടന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തെ അടിവരയിടുന്ന പ്രസ്താവന മറ്റാരുമല്ല നടത്തിയത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന് ശേഷം ഉയർന്ന എല്ലാ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് ഇന്ത്യ ഒരിടത്തും വാക്ക് നൽകിയിട്ടില്ലെന്ന് റൂബിയോ വ്യക്തമാക്കി. നിലവിൽ വാങ്ങുന്ന എണ്ണയുടെ അളവിൽ അസാധാരണമായ വർധനവ് വരുത്തില്ല എന്ന് മാത്രമേ ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇന്ത്യയുടെ ആവശ്യത്തിനുള്ള എണ്ണ ഇനിയും റഷ്യയിൽ നിന്ന് തന്നെ ഇന്ത്യ വാങ്ങും, ആരും തടയില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ബംഗ്ലാദേശിന് അമേരിക്ക 0% നികുതി ഇളവ് നൽകിയപ്പോൾ പകരം ബംഗ്ലാദേശ് നൽകേണ്ടി വന്നത് സ്വന്തം പരമാധികാരമാണ്. ആരിൽ നിന്ന് ആയുധം വാങ്ങണം, ആരുമായി കൂട്ടുകൂടണം എന്ന് തുടങ്ങി സ്വന്തം രാജ്യത്ത് എന്ത് ഫാക്ടറി തുടങ്ങണം എന്ന് വരെ അമേരിക്ക തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോയി. ഈ അവസരത്തിലാണ് മോദി സർക്കാരും സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് ചിലർ ആഘോഷിച്ചത്. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് പോലും അമേരിക്ക തീരുമാനിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കുള്ള ചുട്ട മറുപടിയാണ് അമേരിക്കയുടെ തന്നെ ഈ തിരുത്ത്. ഇവിടെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞ വാക്കുകൾ പ്രസക്തമാകുന്നത്. ഇന്ത്യയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് വാഷിംഗ്ടണിലല്ല, ന്യൂഡൽഹിയിലാണ് എന്ന കാര്യം. വിപണിയിലെ വിലയും ലഭ്യതയും നോക്കി ഇന്ത്യക്ക് ലാഭമുള്ളിടത്ത് നിന്ന് എണ്ണ വാങ്ങും. 2025 റഷ്യൻ എണ്ണ ഇറക്കുമതി അല്പം കുറഞ്ഞത് പോലും വിപണിയിലെ സ്വാഭാവിക മാറ്റം മാത്രമാണ്, അല്ലാതെ അമേരിക്കയെ പേടിച്ചിട്ടല്ല. ട്രംപ് ഭരണകൂടം ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് ഇന്ത്യയുടെ റഷ്യയുമായുള്ള സൗഹൃദത്തെ ബലി കഴിച്ചുകൊണ്ടല്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായിരിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് മുന്നിൽ അമേരിക്ക പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അവർ പച്ചക്കൊടി കാണിച്ചില്ലെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും എന്ന് അമേരിക്ക തന്നെ സമ്മതിച്ചിരിക്കുന്നു. മോദി സർക്കാരിനെതിരെയും ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്കെതിരെയും ഉയർന്ന ട്രോളുകൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വാർത്ത. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്നും അത് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും ലോകം അംഗീകരിക്കുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. വാർത്തകളുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ പരിഹാസ ട്രോളുകൾ ഇറക്കി ആഘോഷിച്ചവർക്ക് ഇനി ഒരു മൂലയിൽ പോയിരുന്ന് കരയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.